ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ബ്ലോഗ്. നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. പുതിയ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ വൺ ഡേ ട്രിപ്പാണ്. ഒരു ഡേ ഔട്ട് കണക്ക് പോയിട്ട് വരാനുള്ള സെറ്റപ്പാണ്. അപ്പം നമ്മളിവിടെ ഇപ്പം രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മാതാജി എന്തൊക്കെ പറയുന്നുണ്ട്, നമുക്ക് തിരക്കാൻ എന്താണ് മാതാജി എന്താണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ, അവിടുന്ന് നേരെ വർക്കലേക്ക് പോകാനാണ് പ്ലാൻ. എല്ലാവരും ഉണ്ട്, ബാക്കിയുള്ളവരെ വരുന്ന വഴി കാണിക്കാം. ആദ്യമായിട്ടായിരിക്കും രാവിലെ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ മിക്കപ്പോഴും രാത്രിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എല്ലാവരും ഉണ്ട്. ആകാശും അങ്ങനെ അനന്തുസലി, അയ്യപ്പൻ, ബിനിയണ്ണൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവരെ കാണാം. അവരിപ്പം വരും, ഉണ്ടകപ്പാലത്തിൻ്റെ അവിടെ വരും. അവരുമായിട്ട് കണക്ട് ചെയ്ത് പോകാനാണ്. ബാക്കി നമ്മൾ വിശേഷങ്ങൾ പതിയെ വഴിയെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ്. ആളിവിടെ ഒരുങ്ങുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അവൻ എന്തിയാണെന്നറിയില്ല, അകത്തുണ്ട്. ആകാശിനെ പിക്ക് ചെയ്യാൻ വന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മുട്ടപ്പാലത്തിൻ്റെ അവിടെ ബിനിയണ്ണൊക്കെ വരും. പിന്നെ അവരുമായിട്ട് നമ്മൾ പോകാനാണ് പരിപാടി. ആകാശ് ഒരുങ്ങുന്നേ ഉള്ളെന്ന് തോന്നുന്നു. രണ്ടുപേരും ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ബിനിയണ്ണനും അനന്തുസലിയും അയ്യപ്പനൂടെ വരണം. അത് മറ്റേ പുറകെ വരുന്ന വണ്ടിയാണ്, ലേറ്റായിട്ട് വരുന്ന ടീംസാണ്. നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇനിയിപ്പം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നോക്കാം, ട്രെയിൻ ലേറ്റ് ആണോ എന്ന് ആദ്യം നോക്കണം. അങ്ങനെ നമ്മുടെ ബാക്കി ടീം ഇവിടെ ഉണ്ട്. പച്ചയൊക്കെ ഇട്ട് നിൽക്കുന്നു. സെക്കൻഡ് ക്ലാസ് ആണത്. ഇവിടെ കയറാല്ലേ? വാ, ഇവിടെ സ്ഥലമുണ്ടോ? നമ്മളങ്ങനെ ട്രെയിനിൽ കയറി. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഹായ് കൊടുക്കും എൻ്റെ ബ്ലോഗിലേക്ക്. സലി ഹായ് കൊടുക്കും. സലി എന്തൊക്കെ പറയുന്നുണ്ട്. എന്താണ് പോയി പറയണേ? നമ്മളങ്ങനെ ട്രെയിനിൽ കയറി. ട്രെയിൻ എന്നും നമുക്കൊരു വികാരമാണ്. നമ്മൾ ട്രെയിനിനകത്ത് കിടക്കുമ്പോൾ ഒരു ഫീലാണ്. പക്ഷേ ഈ ജനറലിൽ പോയാൽ അത് ഭയങ്കര ഒരു വികാരമാണ് ജനറലിൽ പോകുന്നത്. പക്ഷേ സ്ലീപ്പറിലോ എ സിയിലൊക്കെ പോകണേ നല്ല വികാരമുള്ള പരിപാടിയാണ്. പക്ഷെ കൈയടിച്ചു ആരും ഒച്ചത്തിൽ കൈയടിക്കണം, എന്നാലേ ആൾക്കാർ പേടിക്കുന്നുണ്ട്. അച്ചയൊക്കെ വന്നിരിക്കോ കൊച്ചു കള്ളൻ. പച്ചക്കറി കാണിക്കണേ. റീബോൺ ആരെങ്കിലും താല്പര്യമായിട്ട് വിളിക്കുക. എന്താണ് സംഭവം പറഞ്ഞു കൊടുക്കുക. ബിൽഡേഴ്സ് എല്ലാ പരിപാടിയും ഉണ്ട് അവൻ്റെ. ഇല്ലാത്ത കുഷിമുത്തൊന്നും ഇല്ല എൻ്റെ ഇത്. എല്ലാവരും വിളിക്കണം. കായംകുളം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. കായംകുളം ജംഗ്ഷൻ ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ക്ലാസ് യാത്രയാണ്. ദിന ഡെയ്വ് ഇതെൻ്റെ കഴിക്കുന്നത് ദിൻ ഡെയ്ലുവ. അതിനകത്ത് എല്ലാവരും പോസ്റ്റാണ്. ഇന്ത്യൻ റെയിൽവേ തന്നെ നല്ല മണം. നമുക്ക് പിന്നെ ഇത് പുത്തരി ഒന്നും അല്ലാതെ തന്നെ കുഴപ്പമില്ല. നമ്മൾ കായംകുളം ജംഗ്ഷനിൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഭയങ്കര സ്പീഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കേൾക്കാം. വിനിയണ്ണുണ്ട്. വിനിയണ്ണുണ്ട് അവിടെ പണ്ട്. വിനിയണ്ണ ഇനിയിപ്പോൾ ഇപ്പറേ വരും, ഇവിടെ വരും. വിനിയണ്ണ ഇപ്പറേ വരാം. ചാറ്റ കൊടുക്കണേ എല്ലാവരും കൂടെ. അടുത്ത മറ്റേ ഇത് വരുമ്പോഴേ ക്രോസ് വരുമ്പോൾ ടാറ്റ കൊടുക്കണേ. ഹിന്ദിക്കാൻ ടാറ്റ കൊടുക്കാം. ചേട്ടാ ചേട്ടൻ ടാറ്റ കൊടുക്ക. ഇനി അടുത്ത ക്രോസ് വരുമ്പോൾ നമ്മൾ ടാറ്റ കൊടുക്കുന്നതായിരിക്കും. ഭയ്യ നല്ല ഭയ്യായിരുന്നു. ഭയ്യ അവിടെ പണിയെടുക്കുക, പാവപ്പെട്ട വെയിലത്ത് പണിയെടുക്കട്ടെ. ഭയ്യ വിനീത് ഭായ്, വിനീത് ഭയ്യ. പിന്നെ അവിടെ ഇരുന്നല്ലോടാ, ഇരുന്നല്ലോ പുള്ളി ഇല്ലേ? നമ്മളിവിടെ ക്രോസ് വരുന്നുണ്ട്. ടാറ്റ കൊടുക്കുക. എല്ലാവർക്കും ടാറ്റ കൊടുത്ത് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ട്രെയിന് സ്പീഡ് കൂടിപ്പോയിട്ട് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൊല്ലത്തെത്തിയിരിക്കുന്നത്. കൊല്ലത്ത് നമ്മുടെ ഒരു ബംഗാളിനെ കാണുന്നില്ല, 2 ബംഗാളികളെ കാണുന്നില്ല. വരുന്നുണ്ട് ഗായ്സ്. ഒരു മാസ് ബീജം ഇട്ട് കൊടുത്തടാ. വീര
ഒരാൾ ഇറങ്ങിയിരിക്കുന്നു, ഒരാൾ കൊല്ലത്തിറങ്ങി. കൊല്ലത്ത് നിന്ന് ഇനിയിപ്പം ബസ് പിടിക്കണം. ബസ് പിടിച്ച് നമ്മൾ വർക്കലയ്ക്ക് പോകാൻ പോകണം. അപ്പോൾ അവർ കൊല്ലം ജംഗ്ഷൻ ആണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ പോവാണ്. അതിനുള്ള ബാക്കി പരിപാടി നോക്കണം. നമുക്ക് ബസ് പിടിക്കാൻ നോക്കാം. പ്രൈവറ്റ് ബസ് ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാതെ. വർക്കല ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ കൊല്ലത്ത് ഇറങ്ങി നമ്മൾ കൊട്ടിയത്തേക്ക് ബസ് പിടിച്ചു. കൊട്ടിയത്തുനിന്ന് നമ്മൾ പരവൂര് വഴി വർക്കല ബീച്ചിലേക്ക് പോകുന്ന പരിപാടിയാണ്. നമുക്ക് അവിടെ ചെന്ന് നോക്കാൻ. ബാക്കി എല്ലാവരും ഉണ്ട്. നമുക്ക് ബസ് കയറിയിട്ടുണ്ട്. അടുത്ത പരവൂർ ഞാൻ സീറ്റ് പിടിച്ചു. പരവൂർ അവിടെ ചെന്നിട്ട് നമ്മൾ വർക്കലയ്ക്ക് ബസ് പിടിക്കാനാണ്. കയറിക്കോ. പുള്ളിക്കാരൻ ഭയങ്കര കമ്പനിയാണ്. ഒരു ഹായ് കൊടുക്കാം. വ്ളോഗിലേക്ക് ഒരു ഹായ് കൊടുക്ക്. ഒരു ഹായ് കൊടുക്ക. പോയോ? ഹായ് കൊടുക്ക്. യൂട്യൂബ് എന്റെ ബ്ലോഗിലേക്ക് ഇടുവാ. അപ്പോൾ നമ്മുടെ ബസ് നമ്മുടെ കണ്ടക്ടറായിരുന്നു. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ വരും. ഇപ്പോൾ വലുതാകുമ്പോൾ ഇത് ചെറിയ യൂട്യൂബ് ചാനലാണ്. ഇത് വലുതാകുമ്പോൾ കാണാം. ശരിയാണ്. കമാൺ. അപ്പം നമ്മൾ പരവൂർ എത്തിയിട്ടുണ്ട്. കൊല്ലം പരവൂർ. ഇനിയിപ്പോൾ ഇവിടുന്ന് വർക്കല ബസ് പിടിക്കാം. ഇത് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അൽസർവത്താണ്. എങ്ങനെയുണ്ട് ഇവൻ? ഇത് മറ്റേ എന്താ ഞാൻ പറയാം, ഞാൻ ഒരു ബസ് തന്നെ ബുക്ക് ചെയ്താൽ പോകുന്നത്. നമ്മൾ മാത്രമല്ല ബസ്. ആരൊക്കെ വന്നു കേട്ടെ. അവിടെ വെയിലാണോ? ഒരു ബസ് തന്നെ ബുക്ക് ചെയ്താൽ നമ്മൾ പോകുന്ന കാര്യം. നമ്മൾ റിച്ചാണ്. നമ്മുടെ ഒരു ബസ് മുഴുവൻ വാടക എടുത്താൽ പോകുന്നത്. പൈസ ഒന്നും നോക്കിയില്ല ഗൈസ്. നമ്മൾ കുറച്ച് റിച്ച് ആയതുകൊണ്ട് മറന്നുപോയി. കാപ്പിൽ ബീച്ച് വഴി നേരെ പോയി വർക്കല ബീച്ച് അല്ലായിരുന്നു. പക്ഷേ ഇത് കുറച്ച് കറങ്ങിപ്പോകാനാണ്. ഇവിടെ ബസ് പാട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ തുണിപ്പില്ലേ പോകുന്നത്? വീണൻ സാർ. വർക്കല റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ബീച്ച് പോകാൻ വേണ്ടിയാണ്. ചേട്ടാ പോവാണോ? ഞങ്ങളെ കേട്ടാ മതി. ഞങ്ങൾ കയറുവാണ്. ഒരാൾ ഫ്രണ്ടിൽ കയറാം. അങ്ങനെ ഓട്ടോ ക്ലിപ്പിലോട്ട് വിടുവാണ്. വിനേണ്ട തന്നെ ഫ്രണ്ടിൽ കയറണം. അങ്ങനെ നമ്മുടെ ക്ലിപ്പിലോട്ട് കിട്ടുന്നുണ്ടായത്. ക്ലിപ്പിലോട്ട് പോവാണ്. അവിടെ ആയിരുന്നു വർക്കല റെയിൽവേ സ്റ്റേഷൻ. അവിടെ നമ്മൾ അവിടെ ബസ് ഇറങ്ങി. ബസ്സിൽ നമ്മൾ വർക്കല ക്ലിപ്പിലോട്ട് വിടുവാണ്. ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. ക്ലിഫിലെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. വയറ് ചുറ്റി പിടിച്ചാണോ? വയറ് കുറഞ്ഞു പോയതാണ്. നമ്മൾ ജസ്റ്റ് കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കുവാണ്. അല്ല നമുക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് ആലോചിക്കുവാണ്. നോക്കട്ടെ. വിളിച്ചോണ്ട് വായിനെ. ഗൈസ് ഒരു ഉടുപ്പ് ഞാൻ എടുക്കും ഇന്ന്. ഇപ്പം ഇത് വേണോടാ. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തം ഫോറിനേഴ്സിന് വേണ്ടിയായതുകൊണ്ട് ഇവിടെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫുഡിനായാലും വസ്ത്രങ്ങൾക്കായാലും ഭയങ്കര റേറ്റാണ് അല്ലേ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇവിടെ പോടാ ഇവിടെ മറ്റേ ഇങ്ങനെ ചാർലിക്കകത്തിരുന്നാണക്ക്. അങ്ങനെ നമ്മള് അത് തന്നെ ഇത് തന്നെ ഈ സാധനം തന്നെ
ചാർലി ഒന്നിടാവാ എന്താ ഇത് എന്താ റേറ്റ് 500 ആണോ അല്ല ഒരെണ്ണത്തിന് 500 300 ഇല്ല 300 നോക്കട്ടെ ഞങ്ങൾ വരാം ലാസ്റ്റ് എത്ര 400 ആണോ ഇല്ല ഇപ്പൊ ഇല്ല ഞങ്ങൾ വരാം ഞങ്ങൾ അങ്ങോട്ട് നോക്കുവാണ് നോക്കിട്ട് വരാം വാടാ നമുക്ക് നോക്കിട്ട് വരാം 300 മേടിച്ചു നല്ല കുറേ ഒന്നുമില്ല ഞാൻ 100 എങ്ങനെ യൂട്യൂബ് എന്താ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു നമ്മൾ പറയും യൂട്യൂബ് എന്ന് പറഞ്ഞു അവർ വിചാരിച്ചാണ് ഇനിയിപ്പം ഈ ചാനൽ കാണിച്ചു കൊടുക്കണ്ടേ സബ്സ്ക്രൈബ് ചെയ്യിക്കണ്ടായിരുന്നല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കിടിലം വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും ഇങ്ങനെ അതെ ഇപ്പം നമ്മൾ ഇവിടെ നിന്നൊരു വ്യൂ കാണിച്ചു തരാം ബീച്ചിലേക്കുള്ള നമ്മളവിടെ ഇത് ഈ പർച്ചേസിന് വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് വർക്കല കാണാത്തവർക്ക് വേണ്ടി അതാണ് വർക്കല ക്ലിഫിൽ കൂടെ നടക്കുവാണ് പക്ഷേ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി ഒരു അർമാദം കാണിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അങ്ങനെ ക്ലിഫിൽ ആയി നോക്കിയിരിക്കുവാണ് ഇവിടുന്ന് അങ്ങോട്ട് പക്ഷേ മറ്റേ ഇതൊക്കെ എവിടെ ആയിരുന്നു മറ്റേ പറക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ കൊള്ളാലോ ഗായ്സ് ഈ ക്യാമറ ഇതായിട്ട് ഞാനൊന്നും കാണിക്കുന്നില്ല നല്ല സൂം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ ഞാൻ കാണിച്ചേനെ താഴെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ കിടപ്പുണ്ട് ഫോറിനേഴ്സാണ് നമ്മളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ ഇവിടെ മുഴുവൻ ഫോറിനേഴ്സ് ആയതുകൊണ്ട് എന്താണ് നല്ല ഫോറിനേഴ്സിന് വേണ്ടിയാണ് ഇവിടെ മൊത്തം ഫുഡും പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റും എന്താണ് അവരുടെ ഐറ്റങ്ങളാണ് കൂടുതലും അങ്ങനെ നമ്മളിവിടെ കഴിക്കാൻ വന്ന അയ്യപ്പനും അതെല്ലാം കൈ കഴുകാൻ പോയിട്ടുണ്ട് അയ്യപ്പൻ വന്നിട്ടുണ്ട് അങ്ങനെ ഇതിന് കൊള്ളാം പക്ഷെ ഇവിടെ വെയിലായല്ലേ നമുക്ക് ഇവിടെ ഇരുന്നാൽ മതിയായിരുന്നു ഫ്രണ്ടിൽ തിരിയാണ് ആകാശം ഞങ്ങൾ ഇവിടെ ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്തിരിക്കുവാണ് ഗായ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നാ വേണം നിങ്ങൾക്ക് പറഞ്ഞോ നിങ്ങൾക്ക് എന്നാ വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് മേടിച്ച് കഴിഞ്ഞായിരിക്കും മറ്റേ ഇത് കാർത്തിക് സൂര്യ മറ്റേ എൻ്റെ കുടുംബത്തിനൊരു വെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നാ വേണം പറ ഇന്ത്യൻ വേണോ അതോ ചൈനീസ് വേണോ വന്നിട്ടുണ്ട് ഇതിനകത്ത് കൂന്തലുണ്ട് പ്രോൺസ് കാണുന്നില്ലേ ഫിഷ് ഉണ്ട് പപ്പടമുണ്ട് പിന്നെ എല്ലാവർക്കും ഫുഡ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വ്ളോഗൊക്കെ ഉള്ളു ഓക്കെ ശരിയാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ എന്താണ് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് ഒരു ആവറേജ് ഫുഡായിരുന്നു നമ്മൾ ഫുഡ് വിചാരിച്ചെങ്കിലും പക്ഷേ ആ ഒരു ക്വാളിറ്റി ഫുഡിലില്ലായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ദേ ബീച്ചിലേക്ക് ഇറങ്ങി എല്ലാവരും ഡ്രസ്സ് മാറി ബീച്ചിൽ ചാടാനുള്ള പരിപാടി നോക്കുവാണ് എല്ലാവരും ഇങ്ങനെ മലന്ന് കിടപ്പുണ്ട് നമ്മളിനി മലന്ന് കിടക്കാൻ പോവാ ബസ്സിൽ നമ്മൾ മലന്ന് കിടക്കും കേട്ടോ നമ്മൾ നിക്കറൊക്കെ മാറിയിട്ട് ഇങ്ങനെ മലന്ന് കിടക്കും എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ പടയൊക്കെ വെച്ച് കിടക്കുവാണ് നമ്മളും കിടക്കും ഉറപ്പായിട്ടും സെക്കൻഡ് ടൈം എല്ലാവരുമായിട്ട് വർക്കല ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ വർക്കല ബീച്ചിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് എല്ലാവരും കൂടെ കുളിക്കുന്നുണ്ട് നമ്മളും കുളിക്കാൻ പോവാണ് അങ്ങ് പോകാൻ പോവാം എവിടെ വരെ പോകാം നമ്മളിവിടെ സായാഹ്നത്തിലാണ് എല്ലാവരും കയറി നമ്മൾ ഇനിയിപ്പം കുറച്ച് ഇവിടെ കിടക്കുവാണ് ഇവിടെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓപ്പോസിറ്റ് നിൽക്കുന്നതൊക്കെ നൈസാണ് ഇവിടെ നമ്മൾ ആകാശവും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കുളിച്ച് കഴിഞ്ഞ് എല്ലാവരും കയറി കുറേ നേരം ഇവിടെ കിടന്ന് ഇനിയിപ്പോൾ സൺസെറ്റ് ചെയ്തുകൊണ്ടല്ല കണ്ടോണ്ടിരിക്കുവാണ് ഇനിയിപ്പം പോകണം അവിടെ പോയി ഒന്ന് കുളിക്കണം കുളിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ കറങ്ങണം ഒരു ചായ കുടിക്കണം എല്ലാവരും മൂക്കൊക്കെ അടഞ്ഞു പോയി എൻ്റെ പൊന്നു
Hi. Hey. Hi to my vlog. Yeah. Hi Sanjay. ഓക്കെ സാർ. ഒരു ഇടുക്കാൽ സംഭവമാണ് ഇരിക്കുന്നത്. ഇന്നലെ പലോമ റിസോർട്ട് നമ്മുടെ റിസോർട്ടിൽ വന്ന ഗസ്റ്റാണിത്. ഞങ്ങൾ ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചു ഇങ്ങോട്ട് വന്നു. എന്താണ് എന്നിട്ട് ഇതേ പുള്ളി പോവാണ്. Likewise. സാർ ഹായ് ബോലോ. Hey. Video? ആക്ച്വലി മൈ വ്ളോഗ് യൂട്യൂബ് വ്ളോഗ്. അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ കണ്ട് സംഭവം ഇന്നലെ അവിടെ ഞാൻ കണ്ട് പുള്ളിയായിട്ട് സംസാരിച്ച പുള്ളിയാണ്. ഞാനപ്പോൾ ഫോൺ ഇങ്ങനെ ബാഗിൽ വെച്ചിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാഗിൽ വെച്ചിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന വഴി എന്താണ് ഇവരോട് അതായത് വിനിയണ്ണോടൊക്കെ ചോദിക്കുന്നു ഞാൻ ഫോട്ടോ എടുത്ത് തരണമെന്ന്. പുള്ളി എന്നെ കണ്ടിട്ടില്ല. അവരോട് ചോദിച്ചു. അവരുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ള പുള്ളി. എൻ്റെ സാറേ എൻ്റെ കിളി മാറി. ഞാൻ അയ്യോ ഈ പുള്ളിനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് സ്പാർക്ക് അടിച്ചു. അയ്യോ ഞാൻ ഇന്നലെ കണ്ടല്ലേ എവിടെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ എന്തോ ഒരു സ്പാർക്ക് പെട്ടെന്ന് അടിച്ചു. ഞാൻ പൈസ എന്നെ അറിയാമോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പലോമ റിസോർട്ട് അതായത് ഇന്നലെ കൈനേരി വെച്ച് ആലപ്പുഴ വെച്ച് കണ്ട്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എന്നെ പെട്ടെന്ന്. പുള്ളി എന്നാൽ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് പുള്ളി പോയി. രസമായിരുന്നു. നമ്മൾ വൃത്തിയായി. ഇനിയിപ്പം ഒരു ചായ കുടിക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. വൈകിട്ട് 8 മണിക്കാണ് ട്രെയിൻ. അതുവരെ തേരാപ്പര നടക്കാം. വെള്ളം കാണാത്ത പിള്ളേർ വന്ന് കടലിൽ കുളിച്ചിട്ട് തിരിച്ചു പോകാൻ പോവാണ്. അത് തന്നെ. വെള്ളമില്ല ഞങ്ങളുടെ നാട്ടിൽ വെള്ളമില്ല ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കടൽ കണ്ടത്. സന്തോഷം. ഞങ്ങളിനിയിപ്പോൾ തിരിച്ചു പോകണം. സലിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. അവിടെ അങ്ങോട്ട് പോകണം. എങ്ങനെയെങ്കിലൊക്കെ വലിഞ്ഞ് ഇതിൻ്റെ മേളിൽ കയറണം. മേളിൽ കയറിയിട്ട് ഇത് ക്ലിഫാണ് ഗൈസ്. ക്ലിഫ് എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കലി നമ്മൾ പറയുമ്പോൾ നമ്മുടെ കടൽ ഈ ചെങ്കുത്തായിരിക്കുന്ന സ്ലീപ്പിംഗ് ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ ക്ലിഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കേരളത്തിലെ ക്ലിഫ് എന്ന് പറയുന്നത് വർക്കല ക്ലിഫാണ്. ഓക്കെ, നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത് ഒരു ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അല്ലേ ഒരു സാറിൻ്റെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ കേട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ബിനി സാർ ഫാൻസ് എന്ന് പറഞ്ഞ് കമന്റ് ഇടുക. അനൗൺസ്മെന്റ് ഇല്ലാതെ കാരണം ബിനിയാണ് അനൗൺസ്മെന്റ് പറയാൻ. यात्रियां कृपया ध्यान दीजिए, गाड़ी नंबर 1, 2, 5, 6 तिरुवनंतपुरम तक मंगलापुरम जाने वाले गाड़ी नंबर मावेली एक्सप्रेस प्लेटफॉर्म नंबर 1 पर खड़ी थी. थोड़ी देर बाद അങ്ങനെ നമ്മൾ എന്താണ് തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് 8 മണിക്കാണ് ട്രെയിൻ. 8 മണിക്ക് ട്രെയിൻ കയറി നമ്മൾ 10-10:30 ആലപ്പുഴ ചെല്ലുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് മാവേലിയിൽ ആലപ്പുഴയിലേക്ക്. ഇനിയിപ്പം സമയം 10:30 ഇതിലും തട്ട് ദോശയും ഓംപ്ലേറ്റൊക്കെ ഇങ്ങനെ അല്ലേ ചൂട് ദോശ എന്താണ് തട്ട് ദോശ മുട്ടയൊക്കെ കഴിക്കാം. അതൊരു വൈബാണ്.